ആധുനികതയുടെ പകിട്ടിലും കേരളം ഇന്നും പേർന്ന ഏറ്റവും വലിയ സാമൂഹിക ശാപങ്ങളിൽ ഒന്നാണ് ആശുപത്രിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണം. രോഗശയ്യയിൽ താങ്ങും തണലുമാകേണ്ട മക്കളും ബന്ധുക്കളും കണ്ണില്ലാത്ത ക്രൂരതയുമായി അവരെ ആശുപത്രി വരാന്തകളിൽ തനിച്ചാക്കി മടങ്ങുന്നു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ മാത്രം ഇത്തരത്തിൽ 70ഓളം പേർ നരകയാതന അനുഭവിക്കുന്നുണ്ടെന്ന കണക്കുകൾ നമ്മുടെ സാക്ഷരതയ്ക്കും സാംസ്കാരിക പ്രബുദ്ധതയ്ക്കും ഏറ്റ കനത്ത പ്രഹരമാണ്. രക്തബന്ധങ്ങളുടെ ഇഴയെടുപ്പും നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഈ ഹതഭാഗ്യരെ സംരക്ഷിക്കാൻ ഓരോ ജില്ലയിലും പ്രത്യേക സംവിധാനങ്ങൾ വേണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. നിലവിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത്യാധുനിക കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഇത് അപര്യാപ്തമാണ്. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവരും ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെട്ടവരുമായ 10,000-കണക്കിന് മാതാപിതാക്കളുടെ കണ്ണുനീർ തുടയ്ക്കാൻ സർക്കാരും സന്നദ്ധ സംഘടനകളും കൈകോർക്കേണ്ട സമയമാണിത്. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള വൃദ്ധസദനങ്ങളിലും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ സ്ഥാപനങ്ങളിലും വേണ്ടത്ര മനുഷ്യാധ്വാനമില്ലാത്തതാണ് ഈ പ്രശ്നത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നത്. മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്കെതിരെ 15,000-ലധികം കേസുകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഇത് കേവലം നിയമപരമായ ഒരു പ്രശ്നമല്ല, മറിച്ച് ധാർമ്മികമായ ഒരു തകർച്ചയുടെ പ്രതിഫലനം കൂടിയാണ്. രോഗം ഭേദമായിട്ടും ബന്ധുക്കൾ ഏറ്റെടുക്കാത്തവർക്കും തെരുവുകളിൽ അലഞ്ഞു തിരിയുന്നവർക്കും ആശ്രയമേകാൻ ദുർബല ജനവിഭാഗ പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശിച്ചു കഴിഞ്ഞു. സ്വമേധയാ എടുത്ത ഈ കേസിൽ സർക്കാരിൽ നിന്നും കൃത്യമായ റിപ്പോർട്ടുകൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നഗരങ്ങളിലെ തിളങ്ങുന്ന മാളുകൾക്കും ഹൈവേകൾക്കും അപ്പുറം ശ്വാസം മുട്ടുന്ന ആശുപത്രി വാർഡുകളിൽ ആരും വരാനില്ലാതെ കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. കണ്ണൂരടക്കമുള്ള ജില്ലകളിൽ പുതിയ സംരക്ഷണ കേന്ദ്രങ്ങൾക്കായുള്ള പ്രപ്പോസലുകൾ നൽകാൻ അംഗീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പ്രായമായവരെ വെറും ബാധ്യതയായി കാണുന്ന മനോഭാവം തിരുത്തപ്പെടണം. ഉറ്റവർ ഉപേക്ഷിച്ചാലും അവർക്ക് സുരക്ഷിതമായ ഒരിടം ഉറപ്പാക്കുക എന്നത് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ആ കടമ നിറവേറ്റുന്നതിൽ ഇനിയും വൈകിക്കൂടാ.